തമ്പുരാട്ടി, എന്നെ പിടിക്കാറായോ നീയേ? അങ്ങ് തരി തമ്പുരാട്ടി. എന്താ കണ്ടോ മീനാക്ഷി? മീനാക്ഷി നീരാട്ടിന് പോയ തക്കം നോക്കി ആമാടപ്പെട്ടിയിൽ നിന്ന് ഇവൾ ഇതൊക്കെ കവർന്നെടുക്കുകയായിരുന്നു. അയ്യോ തമ്പുരാട്ടി, ഇതെന്തൊക്കെയാ പറയുന്നത്? ഈ തമ്പുരാട്ടിയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു വന്നോ? തെളിവല്ലേ ഈ കിടക്കുന്നത്? മീനാക്ഷി, ഈ നിമിഷം ഇവളെ ഇവിടുന്ന് പുറത്താക്കണം. വെറുതെ പുറത്താക്കിയ പോരാ, ഈ പെരുങ്കളിയെ ശിക്ഷിക്കുകയും വേണം. കളവ് ചെയ്തവരെ ഞാൻ ശിക്ഷിക്കട്ടെ ഏട്ടത്തി? പറയൂ. അല്ല മീനാക്ഷി, ഇവളെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. എന്റെ അറപ്പുരയിൽ നിന്ന് ഇവളൊന്നും മോഷ്ടിക്കില്ല. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. ഏട്ടത്തി അണിയാൻ വേണ്ടി എന്റെ ആഭരണങ്ങൾ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതെന്നോട് ചോദിച്ചിട്ടായിരിക്കണം. അതാണ് മര്യാദ. എനിക്കിതിന്റെ ആഭരണങ്ങളൊന്നും വേണ്ട. എങ്കിലത് ഇവിടെ കിടക്കട്ടെ. ചെയ്യാത്ത കുറ്റത്തിന് പഴിചാരി ഇവിടെ തല്ലിയല്ലോ, അതിന് മാപ്പ് ചോദിച്ചിട്ട് ഏട്ടത്തി പൊയ്ക്കോളൂ. ഒരു തോഴിയോട് ഞാൻ മാപ്പ് ചോദിക്കാനോ? തോഴിയോടാണ് തെറ്റ് ചെയ്തതെങ്കിൽ തോഴിയോട് തന്നെ മാപ്പ് പറയണം. പറയൂ. ഇവളോട് മാപ്പ് ചോദിക്കാതെ ഏട്ടത്തി അറപ്പുരയിൽ നിന്നും പോയില്ല. അതിന് മടി കാണിച്ചാലേ ദേശമംഗലത്തെ തമ്പുരാട്ടിയുടെ പദവി എന്താണെന്ന് എനിക്ക് ഏട്ടത്തിക്ക് മനസ്സിലാക്കി തരേണ്ടി വരും. അത്രയ്ക്ക് അഹങ്കാരമോ നിനക്ക്? അല്ല, അറപ്പുരയിൽ നിന്നേക്കാൾ സ്വാതന്ത്ര്യം തോഴിക്കുണ്ടെന്നാണല്ലോ പറയുന്നത്. അതേ സ്വാതന്ത്ര്യം പൊന്നു തമ്പുരാന്റെ കിടപ്പറയിലും ഉണ്ടോ? ചെയ്ത തെറ്റ് വലുതായതുകൊണ്ട് ആ നിമിഷം തന്നെ എനിക്കിത് ചെയ്യാമായിരുന്നു. എന്നിട്ടും ഏട്ടത്തി ആയതുകൊണ്ട് ക്ഷമിച്ചു. പക്ഷേ എന്റെ ഭർത്താവിനെ ചേർത്ത് അപവാദം പറഞ്ഞാലുണ്ടല്ലോ, മീനാക്ഷി അത് സഹിക്കില്ല. തമ്പുരാട്ടി, ആഭരണങ്ങളെടുത്ത് യഥാസ്ഥാനത്ത് വെക്കൂ. ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അയ്യോ തമ്പുരാട്ടി, നിയന്ത്രിക്കാൻ വയ്യാതായിരിക്കുന്നു ഏട്ടൻ തമ്പുരാന്റെയും ഏട്ടത്തിയുടെയും പ്രവൃത്തികൾ. തമ്പുരാൻ ഒന്നും പറഞ്ഞില്ല. അങ്ങ് ചോദിച്ച കാര്യങ്ങൾ ന്യായമാണ്. അത്തരം കാര്യങ്ങൾ ഒരു പരിധിയിലധികം മാറ്റിവെക്കുന്നത് നല്ലതല്ല. ഇത്രയും നാളത്തെ കാലതാമസം വന്നത് തന്നെ അങ്ങ് ദേശമംഗലത്തെയും ദേശമംഗലത്തെ പ്രജകളെയും അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ. ദേവിയോട് അങ്ങേക്കുള്ള അകമഴിഞ്ഞ ഭക്തി കൊണ്ടാണല്ലോ. അപ്പൊ പിന്നെ നമുക്കങ്ങനെ മുടക്കം പറയാൻ പറ്റും? പൂജാതി കർമ്മങ്ങൾക്ക് പകരം ഒരാളെ ചുമതലപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഇപ്പോ ഒരാൾ ആരെന്ന? ദേശമംഗലത്തമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെ വേണമല്ലോ. അനുജൻ തമ്പുരാൻ അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കണ്ട. ക്ഷേത്രകാര്യക്കാരൻ നാമാണല്ലോ. നാം ഒരാളെ കണ്ടെത്തിക്കൊള്ളാം. പക്ഷേ തമ്പുരാൻ, ദേശമംഗലത്തമ്മയുടെ ശക്തിയും ചൈതന്യവും നമുക്കറിയില്ലേ തിരുമേനി? യോഗ്യതയില്ലാത്ത ഒരാളെ എന്തായാലും ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പടി ചവിട്ടിക്കത്തില്ല. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ, ഏട്ടൻ പറയുന്നത് പോലെ ചെയ്യട്ടെ. വരുന്ന ആൾക്ക് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ മറ്റൊരാളെ നമുക്ക് കണ്ടെത്താമല്ലോ. അതാ നല്ലത്. അങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവരും. നമുക്ക് പ്രധാനം ദേശമംഗലത്തമ്മയുടെ ചൈതന്യമാണ്. അനുജൻ തമ്പുരാന് എന്തെങ്കിലും ഒരു അതൃപ്തി തോന്നിയാ വരുന്നയാളെ അതേ നിമിഷം പറഞ്ഞയച്ചേക്കാം. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഓ അല്ല, എങ്കിൽ പെട്ടെന്ന് പോയി വരൂ തിരുമേനി. ഒരു കാര്യം മറക്കണ്ട, അങ്ങ് ഓരോ ദിവസവും താമസിക്കും തോറും അത് ദേശമംഗലത്തെ പ്രജകൾക്കും തമ്പുരാനും ആശങ്കയാണ്. ഇല്ല, എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. അപ്പൊ കുറച്ചു ദിവസത്തേക്ക് ദേവിയുടെ കാവൽക്കാരനില്ല. പകരം നാം നിശ്ചയിക്കുന്നയാൾ. കൊള്ളാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? നാം പോകുമ്പോ
മകളുടെ കാര്യം. ഓ, നാം അത് ഓർത്തില്ല. ഒരു കാര്യം ചെയ്യൂ, തിരുമേനി തിരിച്ചു വരുന്നതുവരെ മോള് കൊട്ടാരക്കെട്ടിൽ നിൽക്കട്ടെ. എന്താ, അതുപോരെ? അയ്യോ തമ്പുരാൻ, അങ്ങനെ പറയുന്നതിന് വലിയ കാര്യമാണ്. അങ്ങനെ വേണമെന്നില്ല. മോളെ ഗുരുകുലത്തിൽ നിർത്താന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മോളുടെ ആഗ്രഹം മറിച്ചാണ്. മല്ലിയുടെയും കുഞ്ഞിയുടെയും കൂടെ നിന്നോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ചെറിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങയ്ക്ക് ദോഷമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. തിരുമേനിക്കറിയൂ, നമ്മുടെ മനസ്സിൽ വേർതിരിവില്ല. ആ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള സ്നേഹം എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന വ്യത്യാസം, അവരുടെ ഒന്നും വാമൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കുഞ്ഞിന്റെ ആഗ്രഹം അതാണെങ്കിൽ തിരുമേനി അനുവദിച്ചോളൂ. അഭിപ്രായ വ്യത്യാസം പറയുന്നവരോട് നാം സംസാരിച്ചോളാം. വളരെ നല്ലത്. ദേശമംഗലത്തിനു വേണ്ടി അങ്ങ് ചെയ്യുന്ന സേവനങ്ങൾക്ക് മതിയായ പരിഗണന നാം തന്നല്ലേ പറ്റൂ. ചെയ്തു പോയത് തെറ്റാണ് തമ്പുരാൻ, അതെനിക്കറിയാം. പക്ഷേ അങ്ങയെ പോലും ആക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ക്ഷമിക്കാൻ പറ്റിയില്ല. ഞാനില്ലാത്ത തക്കം നോക്കി അർപ്പുരയിൽ നിന്നും ആഭരണങ്ങൾ കവർന്നെടുക്കുക, അത് ചോദ്യം ചെയ്തവളെ മോഷ്ടാമാക്കുക, എങ്ങനെയാണ് സഹിക്കുന്നത്? മീനാക്ഷി ചെയ്തതിൽ തെറ്റൊന്നുമില്ല തമ്പുരാൻ. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് തെറ്റ് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. ഏത് തെറ്റിനും ശിക്ഷയുണ്ട്. ഈ പ്രശ്നത്തിൽ നീതി ലഭിക്കേണ്ടിയിരുന്നത് തോഴിക്കാണ്. മീനാക്ഷിയുടെ പ്രവൃത്തിയിലൂടെ അത് കിട്ടുകയും ചെയ്തു. പക്ഷേ ഏട്ടൻ തമ്പുരാനെ അറിയുമ്പോ ശോഭിക്കില്ലേ? തീർച്ചയായും. അനുഭവങ്ങൾ കൊണ്ട് പഠിക്കാത്ത ഒരു മനസ്സാണ് ഏട്ടൻ തമ്പുരാന്റേതെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഏട്ടത്തി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഏട്ടൻ തമ്പുരാൻ പ്രകോപിതനാവുമായിരിക്കും. അത് നമുക്ക് വിട്ടേക്കും. ഞാൻ കാരണം അങ്ങേക്ക് ബുദ്ധിമുട്ടായില്ലേ? ഇതിപ്പോൾ സംഭവിച്ചത് കൊട്ടാരക്കെട്ടിലാണ്. പുറത്തെവിടെയെങ്കിലുമാണ് നടന്നതെങ്കിൽ ഈ വിഷയം നമ്മുടെ മുമ്പിലേക്ക് എത്തിയാൽ നാം എന്താണ് ചെയ്യുക? ആരുടെ ഭാഗത്താണ് നീതിയെന്ന് അന്വേഷിക്കുകയല്ലേ ചെയ്യുക? അവരെ സംരക്ഷിക്കുകയല്ലേ ചെയ്യുക? അതുതന്നെയാണ് മീനാക്ഷിയുടെ കാര്യത്തിലും നാം ചെയ്യുന്നുള്ളൂ. ഏട്ടത്തി തെറ്റ് ചെയ്തു, മീനാക്ഷി ശിക്ഷിച്ചു. അക്കാര്യത്തിൽ ഭാഗ്യഹീനൻ നാമാണ്. ഏട്ടൻ തമ്പുരാന്റെ തെറ്റുകളൊന്നും നേരെ നിന്ന് ചോദിക്കാൻ പോലും നാം മടിക്കുന്നു. ഏട്ടനെ കുറിച്ച് വരുന്ന ഓരോ ദുഷ്പേരുകളും അങ്ങയുടെ സൽപ്പേരിലാണ് കളങ്കം ഉണ്ടാക്കുന്നത്. അറിയാം മീനാക്ഷി, എല്ലാം അവസാനിപ്പിക്കാൻ നാം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് സമയമായി എന്ന് തന്നെയാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. തമ്പുരാൻ, ശാന്തമായിരുന്നു നമ്മുടെ നാട്. പക്ഷേ ഇപ്പൊ എവിടെയൊക്കെയോ വിദ്വേഷത്തിന്റെ പുകച്ചുരുൾ. അതിന് കാരണക്കാരനായ നമ്മുടെ ഏട്ടൻ തമ്പുരാൻ. ദേശമംഗലത്തിന്ന് ചിത്രഭാനു ഒരു ആവശ്യമല്ല, അനാവശ്യമാണ്. ദേശമംഗലത്തേക്ക് നമ്മുടെ കൂടെ വരുമ്പോ ദേശമംഗലം പിടിച്ചടക്കാൻ നമ്മുടെ വലങ്കയായി നിന്ന ഒരു സുകന്യ ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവളൊന്ന് വഴിമാറി ചവിട്ടി. ദൈവത്തിനെ പേടിക്കാൻ തുടങ്ങി, നാടുവാഴുന്ന പൊന്നു തമ്പുരാനെ പേടിക്കാൻ തുടങ്ങി. എന്നിട്ടിപ്പ എന്തായി? മല്ലിയെ, അവളുടെ മകളെ നാം ദ്രോഹിച്ചു തുടങ്ങിയപ്പോ അവളുടെ കഴിവ് കണ്ടെത്താൻ തിടുക്കായിരുന്നല്ലോ. അതിനുവേണ്ടിയാ അനിയത്തിയുടെ മുമ്പിൽ നമ്മെ തള്ളിപ്പറയാനും ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നിട്ട് കിട്ടിയ പ്രതിഫലമോ? ഇന്നുവരെ ആരെങ്കിലും കൈനീട്ടി ഓടിച്ചിട്ടുണ്ടോ സുകന്യ? ഇല്ല, ആ അടി എന്റെ മുഖത്തല്ല വീണത്, മനസ്സിനാണ്. ഇനി എന്താ ഭാവം? മീനാക്ഷി തമ്പുരാട്ടിയെ പേടിച്ച് അടങ്ങി ഒതുങ്ങി കഴിയാനാണോ? അതോ അന്തസ്സില്ലാത്ത ദാസ്യപ്പണി ചെയ്യാനാണോ? ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ എതിര് നിന്നിട്ടുണ്ട്. ഇനി അതുണ്ടാവില്ല. ചിത്രഭാന തമ്പുരാന് എന്ത് വേണമെങ്കിലും ആവാം, എത്ര ക്രൂരത വേണമെങ്കിലും ചെയ്യാം, ആരെ വേണമെങ്കിലും കൊല്ലാം. പക്ഷേ ദേശമംഗലത്തിന്റെ സിംഹാസനത്തിൽ തമ്പുരാനായിട്ട് നിങ്ങളിരിക്കണം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അധികാരത്തിന് മാത്രമേ ശക്തിയുള്ളൂ,
അതുകൊണ്ടാണ് എന്നെ കൈ നീട്ടി അടിക്കാൻ പറ്റിയത്. ദേശമംഗലത്തിലെ പൊന്നു തമ്പുരാന്റെ ഭാര്യ എന്ന പദവി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഈ കൊട്ടാരക്കെട്ടിന്റെ അകം എനിക്ക് ഭരിക്കണം. എനിക്ക് നേരെ നീണ്ട അവളുടെ കൈയുണ്ടല്ലോ, അതെന്റെ അടിമയുടേതായിരിക്കണം. പറ്റുമോ നിങ്ങൾക്ക്? എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ദേശമംഗലത്തിന്റെ പുതിയ വീരപുത്രി എവിടം വരെ പോകുമെന്ന് നോക്കുകയായിരുന്നു. തോറ്റു തോറ്റു മടുത്തില്ലേ നിങ്ങൾക്ക്? ഇനിയൊരു തീരുമാനമെടുക്ക്. ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം, അല്ലാതെ തോൽവി എന്നൊന്നില്ല. സുകന്യെ, ദേശമംഗലത്തമ്മയുടെ കാവൽക്കാരനായ പൂജാരി ഒരു ദൂരയാത്ര പോവുകയാണ്. പകരക്കാരനായി വരുന്നയാൾ നാം നിശ്ചയിക്കുന്നയാളാണ്. ക്ഷേത്ര വിശേഷങ്ങളല്ല ഞാൻ ചോദിച്ചത്. ക്ഷേത്ര വിശേഷങ്ങളാണ് ദേശമംഗലത്തിന് പ്രധാനം. ക്ഷേത്രത്തിൽ പകരക്കാരനായി വരുന്നവൻ ദേവിയുടെ തേജസ് വർദ്ധിപ്പിക്കാനല്ല വരുന്നത്, കേട്ടടക്കാൻ. ദേശമംഗലത്തമ്മയുടെ ചൈതന്യം കെട്ടടങ്ങിയ മണ്ണിൽ ചിത്രഭാനു ഒരു തേരോട്ടം നടത്തും. അത് ചെന്ന് അവസാനിക്കുന്നത് ദേശമംഗലത്തിന്റെ സിംഹാസനത്തിലായിരിക്കും. അന്നു മുതൽ നീ ദേശമംഗലത്തിന്റെ പട്ടമഹിഷിയായിരിക്കും. ഉള്ളിലെ വേദന ശമിക്കാതെ സൂക്ഷിച്ചോളൂ. ഇനി നമ്മൾ രണ്ടുപേരുടെയും പ്രതികാരമാണ്. മനസ്സിലൊരു തോന്നലുണ്ടായി. തമ്പുരാനോട് ചോദിച്ചപ്പോൾ സമ്മതം മൂളുകയും ചെയ്തു. എന്നാ പിന്നെ ഇനി ഒരു ദിവസം പോലും വൈകണ്ടാൻ തീരുമാനിച്ചു. അതാ പെട്ടെന്നുള്ള യാത്ര. വേദക്കുട്ടിയെ കൊട്ടാരത്തിൽ നിർത്താനാണ് തമ്പുരാൻ ആദ്യം പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ വേദക്കുട്ടിയുടെ ആഗ്രഹം നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നാണ്. അത് എന്റെ മോളുടെയും ഭാഗ്യമല്ലേ തിരുമേനി? ഞങ്ങളെപ്പോലുള്ളവർക്ക് കിട്ടുന്ന വലിയ അംഗീകാരമല്ലേ? അങ്ങനെയൊന്നും ഇല്ല മല്ലി. നിന്നെ അവള് വിളിക്കുന്നത് അമ്മയെന്നല്ലേ, കുഞ്ഞിപ്പെണ്ണിനെ പോലെ. അതുകൊണ്ട് വേദക്കുട്ടി ഇവിടെ നിൽക്കുന്നതാണ് ഉചിതം. വേദക്കുട്ടി അപ്പോ ഇനി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമോ? ഉണ്ടാവും കുഞ്ഞിപ്പെണ്ണെ. അച്ഛൻ തിരുമേനി തിരിച്ചു വരുന്നതുവരെ ഞാൻ കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മല്ലി, വേദക്കുട്ടിയുടെ ശീലങ്ങളൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ഒന്ന് സൂചിപ്പിക്കാം. ചില വിരോധികളുണ്ട്. അത് മല്ലിക്കും അറിയാം. മല്ലിയോടല്പം അടുപ്പം കാണിക്കുന്ന എന്നോടും ഉണ്ട്. എനിക്കറിയാം തിരുമേനി. എന്റെ ജീവനെ പോലെ ഞാൻ മോളെ നോക്കിക്കോളാം. വേദക്കുട്ടി, പ്രാർത്ഥന മറക്കരുത്. അച്ഛനുള്ളപ്പോ എങ്ങനെയാണോ ദേശമംഗലത്തമ്മയുടെ മുമ്പിലേക്ക് പോകുന്നത് അതുപോലെ പോകണം. പുതിയ പൂജാരിക്ക് എന്തെങ്കിലും സംശയങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ മോൾക്ക് അറിയാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കണം. ശരി അച്ഛാ. എന്റെ കുഞ്ഞിനെ ഞാനിങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഇത്രയും ദിവസം എങ്ങനെ സാധിക്കുമെന്ന് എന്റെ മനസ്സിന് ആശങ്കയുണ്ട്. പക്ഷേ പോകാതെ പറ്റില്ലല്ലോ. അച്ഛന്റെ കണ്ണു നിറയുന്നു. യാത്ര പുറപ്പെടുമ്പോൾ അങ്ങനെ പാടില്ലെന്നറിയാം. അതെ, എന്നാ പിന്നെ അച്ഛൻ നടക്കട്ടെ മോളെ. അച്ഛന് ദേശമംഗലത്തമ്മ കാത്തോളൂ. അച്ഛൻ പെട്ടെന്ന് പോയിട്ട് വരൂ. കർമ്മം കഴിഞ്ഞാ പിന്നെ ഒട്ടും വൈകില്ല. അപ്പൊ ശരി മല്ലി. തിരുമേനി പോലുള്ളവർ പുറപ്പെടുന്ന സമയത്ത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാം നന്നായിട്ട് നടക്കും തിരുമേനി. ആയിക്കോട്ടെ. എന്നാൽ ഇനി യാത്രയില്ല. ചെല്ലുമോളെ.
വേദക്കുട്ടി, അമ്മയുടെ കാര്യമല്ലേ, പോയി വരട്ടെ. അല്ലെങ്കിൽ അച്ഛന് സമാധാനം ഉണ്ടാവില്ല. തമ്പുരാൻ, പൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ അല്പം താമസിച്ചു. ദേശമംഗലത്ത് ഭക്തർക്ക് കുറവില്ലല്ലോ. ഭക്തർക്കും കുറവില്ല, ഭക്തർ പ്രചരിപ്പിക്കുന്ന കഥകൾക്കും കുറവില്ല. കാര്യങ്ങൾ എന്തായി? ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് തമ്പുരാൻ. വിഗ്രഹത്തിന് മുന്നിൽ രക്തം വീഴ്ത്തി തിരിയണച്ചു. ദേശമംഗലം ക്ഷേത്രം ഇനി അശുദ്ധമാണ്. 21 ദിവസം അത് തുടരുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ദേശമംഗലത്തമ്മയുടെ ചൈതന്യം വീണ്ടെടുക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. അത്ഭുതങ്ങളുടെ കലവറയാണ് ദേശമംഗലത്തമ്മ. പിഴച്ചില്ലല്ലോ എങ്ങും? ഇല്ല തമ്പുരാൻ, എനിക്ക് പിഴക്കില്ല. മന്ത്രവിദ്യകൾ പഠിച്ചപ്പോ അതിനെ മറികടക്കാനുള്ള മാർഗങ്ങളാണ് ആദ്യം സ്വായത്തമാക്കിയത്. നല്ലത്. ദേശമംഗലത്തമ്മയുടെ പൂജാരി പുറപ്പെട്ടു പോയതും താത്കാലിക പൂജാരിയായി നിങ്ങളുടെ വരവും ദേശമംഗലത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതും. ഇനി 21 ദിവസം ദേശമംഗലം ചിത്രഭാനുവിന്റെ കയ്യല്ല. ചിത്രഭാനു വിചാരിക്കുന്നത് ഇനി ഇവിടെ നടക്കൂ. സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ ഒരു രാജ്യത്തിന് തകിടം മറിക്കാൻ 1 ദിവസം പോലും വേണ്ട നമുക്ക്. ഇതിപ്പോ 21 ദിവസം ദൈർഘ്യമുണ്ട്. 21 ദിവസം കഴിഞ്ഞ് പരിഹാര കർമ്മങ്ങൾക്ക് വേണ്ടി ജ്യോതിഷിയെ വിളിച്ചു വരുത്തുമ്പോ ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ പുറത്തു വരും. പേടിയുണ്ടോ? അങ്ങ് കൂടെ നിൽക്കുമ്പോ ഇല്ല. എങ്കിൽ ധൈര്യമായിരിക്കൂ. 21 ദിവസം കഴിയുമ്പോ ആരും ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി ദേശമംഗലത്ത് ഈ ചിത്രഭാനു മാറിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നേരെ കുറ്റപ്പെടുത്തലുകൾ അല്ല വരിക. ദേശത്തിന്റെ ആസ്ഥാന പദവിയായിരിക്കും. എന്താ പോരെ? അങ്ങയുടെ മനക്കണക്കുകൾ മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് നിശ്ചയിച്ച കൂലിയിൽ മാറ്റം ഒന്നും വരരുത്. തരും. നിശ്ചയിച്ചതിനപ്പുറം തരും. ദേശമംഗലം ഒന്ന് മാറിക്കോട്ടെ, അതിന് പുറകെ വരും ദേശമംഗലത്തിന്റെ ഭരണമാറ്റം. ദേശമംഗലത്ത് അമ്മയുടെ സുരക്ഷയില്ലാത്ത ദേശമംഗലം. പിന്നെ കാണുന്നത് ചിതറിയോടുന്ന ജനക്കൂട്ടം മാത്രം. അവരൊരു രക്ഷകനെ ആഗ്രഹിക്കും. അവിടെ അവതരിക്കും ഒരു രക്ഷകന്റെ വേഷത്തിൽ ഈ ചിത്രഭാനു. ഇതെന്തിനാ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്? ഇത്രയും ദിവസം ഈ കുടിയിൽ അമ്മയും മോള് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വേദക്കുട്ടിയും കൂടി ഉള്ളതല്ലേ. അതെന്താ, മല്ലിയമ്മയുടെ അടുത്ത് നിന്ന് ആരെങ്കിലും എന്നെ പിടിച്ചോണ്ട് പോവോ? അതൊന്നും വേണ്ട മല്ലിയമ്മേ. വേണം മോളെ. മോളുടെ അച്ഛന് ഒരു വലിയ മനസ്സുള്ളത് കൊണ്ടാ ഇത്രയും ആൾക്കാർ ഈ നാട്ടിലുണ്ടായിട്ടും മോളെ ഇവിടെ നിർത്തിയിട്ട് പോയത്. അതെന്ത് ധൈര്യത്തിലാ? മല്ലിയമ്മ മോളെ കാത്തു സൂക്ഷിക്കുന്നുള്ള ധൈര്യത്തില്. അച്ഛനറിയാം മല്ലിയമ്മ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന്.
ഉറങ്ങാൻ നോക്കാം നമുക്കിനി വാ. ഭേദക്കുട്ടി വെറുമ്പായിൽ കിടന്ന് ശീലിച്ചിട്ടുണ്ടാവില്ലല്ലോ. മോൾ ഇതിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. കുഞ്ഞിപ്പെണ്ണ് മല്ലിയമ്മയുടെ കൂടെ എങ്ങനെയാണ് കിടക്കുന്നത് അതേപോലെ എനിക്കും കിടന്നാ മതി. എന്നാ കിടന്നോ. എന്താ മോളെ? അച്ഛനിപ്പോ എവിടെ എത്തിയിട്ടുണ്ടാവൂന്തോ. അച്ഛൻ തിരുമേനി സുഖമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടാവും. ദേശമംഗലത്തമ്മ ദേശമംഗലത്ത് പൂജാരിയെ കാക്കാതിരിക്കോ? ഞാൻ ഇതുവരെ ഒറ്റ ദിവസം പോലും അച്ഛനെ പിരിഞ്ഞിരുന്നിട്ടില്ല. എല്ലാ ദിവസവും എന്റെ കൂടെ ഉണ്ടാവും. വീട്ടിൽ കുറച്ചു നേരം എന്റെ സംസാരം കേട്ടില്ലെങ്കിൽ അപ്പോ അച്ഛൻ വിളിക്കും, വേദക്കുട്ടി മോൾ എവിടെയാണെന്ന്. അത് വേദക്കുട്ടിയെ അച്ഛൻ തിരുമേനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ? കിടക്കുമ്പോൾ ഞാൻ അച്ഛന്റെ നെഞ്ചിൽ തല വച്ചാണ് കിടക്കുന്നത്. എന്നിട്ട് ഞാൻ ഉറങ്ങി കഴിയുമ്പോൾ അച്ഛൻ തിരുമേനി എന്നെ അടുത്ത് മാറ്റി കിടത്തും. അച്ഛനില്ലാത്തോണ്ട് നല്ല വിഷമമുണ്ടല്ലേ? ഉണ്ട്. എന്നാലും മല്ലിയമ്മയുടെ കുഞ്ഞിയുടെയും കൂടെ നിൽക്കുമ്പോ സന്തോഷമുണ്ട്. ഒരു കാര്യം ചെയ്യേ, മല്ലിയമ്മയുടെ നെഞ്ചത്ത് തല വെച്ച് കിടന്നു. ഉറങ്ങുമ്പോൾ മല്ലിയമ്മ മാറ്റി കിടത്തിക്കോളാം. അപ്പോ കുഞ്ഞു പെണ്ണിന് തല വെക്കണ്ടേ? രണ്ടാളും തല വെച്ചോളൂ. വേദക്കുട്ടി ഒരു കഥ പറയാമോ? ഇപ്പോഴോ? കുഞ്ഞു പെണ്ണ് ഞാൻ ഇഷ്ടം പോലെ കഥ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. വേദക്കുട്ടി കഥ പറയുന്നത് കേൾക്കാൻ നല്ല രസമായത് കൊണ്ടല്ലേ. അപ്പൊ കേട്ടിറങ്ങാലോ. പറ വേദക്കുട്ടി. പറയാം. പുരാണത്തിലെ കഥ തന്നെ പറയാം. അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ.